ടീച്ചറെ, ടീച്ചറുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലേ അമീൻ? അവന്റെ സിസ്റ്റർ അല്ലേ അമീറ? അതെ. എന്താ ടീച്ചറെ? അല്ല ടീച്ചറെ, മിനിഞ്ഞാന്നാ അവരുടെ മുത്തശ്ശി മരിച്ചത്. സംസ്കാര ചടങ്ങ് നടന്നത് ഹിന്ദു ആചാരപ്രകാരവും. കുട്ടികൾ അവരുടെയാന്നാ പറയുന്നത്. പക്ഷേ കുട്ടികളുടെ പേരും നോക്കി. നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ കണ്ണും കൊണ്ട് നോക്കിയാ അങ്ങനെയൊക്കെ തോന്നുള്ളൂ ടീച്ചറെ. ടീച്ചർക്ക് അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റൂ? ആ രണ്ടാമത്തെ രജിസ്റ്ററിലുണ്ടാവും. എനിക്കൊരു പേന വേണം. അമീനെ ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ലല്ലോ, മോളെ കണ്ടില്ലല്ലോ. അവന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. വയ്യെങ്കി പോകണ്ടെന്ന് ഞാനും പറഞ്ഞു. നാളെ മുതൽ ക്ലാസ്സിൽ വരണോട്ടോ, കേട്ടോ മോളു? ശരിയെന്നാ. മേടേ കൊടുക്കണേ. പോണേ. എന്താ ടീച്ചറെ പോയ കാര്യം? അതെ, രമേശയുടെ മോളുണ്ടോ? അമ്പലം വരെ പോയതാ. പോരും. ടീച്ചർ ഓഫീസിലേക്ക് ഇരിക്കും. ഉമേഷേ പറ. രമേശേട്ടാ, ടീച്ചർ വന്നിട്ടുണ്ടേ. ഞാനിപ്പോ അങ്ങോട്ട് എത്തിയേക്കാം. ശരി, ആയിക്കോട്ടെ. ശരി. പുള്ളി എന്താ പറഞ്ഞേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു. പറഞ്ഞ കാര്യം എന്തായി? സംശയത്തിന് വകയുണ്ട്. ആ കുട്ടികളുടെ അഡ്മിഷൻ ഒഫീഷ്യൽ ഒന്നും അല്ല, ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. ഹെഡ് മാസ്റ്ററുടെ സഹായത്തോടെ അബ്ദുക്കയെ ലോക്കൽ ഗാർഡിയൻ ആക്കിയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ആ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സംഗതി കൺഫേമാണ്. പിന്നെ ആ സ്ത്രീ മരിക്കുന്നവരെ പിള്ളേരെ സ്കൂളിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലോട്ട് പോകുന്നുമില്ല. അയാൾ ആ കുട്ടികളെ മതം മാറ്റിയെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ പിള്ളേര് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണെന്നല്ലേ അറിയാൻ കഴിഞ്ഞു. ഞാനിതിലൊരു സാധ്യത കാണുന്നുണ്ട്. നോക്കട്ടെ, സമയം പറയാം. അപ്പോ ശരി ടീച്ചറെ, പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. അമ്പലത്തിലെ തിരക്കിനിടെ ഇറങ്ങിയതാ. ശരിയെന്നാ, പോട്ടെ. പൗരത്വ നിയമം പാസ്സാകുന്നതോടെ അനധികൃത കുടിയേറ്റം തടയാനാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ ദ്രുത പരിശോധന നടത്തി വരുന്നു. കേരളവും തമിഴ്നാടും ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഈ നിയമത്തെ അനുകൂലിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഇതൊന്നും അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. സർക്കാർ സ്ട്രോങ് ആയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്റെ രാമേട്ട. അബ്ദുക്കോ ഉള്ള നേരത്ത് പെട്ടിയും കിടക്കാൻ ബാക്കിയാ നോക്ക്. വല്ല പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കൊക്കെ പോകേണ്ടി വരും. നിന്ന് ചിലക്കാതടൂ. നിന്റെ അപ്പൂപ്പൻ കുമാരന്റെ കാലത്തിന് മുന്നേ എന്റെ വാപ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചോരയും നീരും കൊടുത്ത് നേടിയതായി നാടിന്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെയും പറഞ്ഞോണ്ടിരുന്നോ? ഇങ്ങനെ പറഞ്ഞ പലരും അങ്ങ് നോർത്തില് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അറിയോ? വാർത്തകളൊക്കെ കാണണ്ടല്ലോ അല്ലേ? ചുമ്മാ നിന്ന് ചിലക്കാതെ ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങളോടാന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല രാമേട്ടാ. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതവിടെ പോയി കിടക്കുമായിരുന്നു. ഞാൻ രമേശേട്ടന്റെ അടുത്തൊന്ന് പോയതായിരുന്നു. എന്നാ വാ. ഇവന്മാർക്ക് ഇത് എന്നാത്തിന് കിടന്നെ ചേട്ടാ? അല്ലോ മക്കളായിരുത്. അവിടെ കത്തിക്കരുത്. അടുത്ത് വണ്ടി കിടക്കുന്നുണ്ടില്ലേ? അതിലെങ്ങനെ തീ പിടിച്ചാൽ മുഴുവൻ കത്തിപ്പോവുകയല്ലേ? കത്തും കത്തും മക്കളെ, എല്ലാം കത്തിപ്പോവും. കത്തിക്കല്ലേ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? അതിലെന്താണ് മോനെ രസം? നമ്മൾ മറ്റൊരാളുടെ സ്വത്തോ ജീവനോ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഈ ദുനിയാവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ് പഠിക്കേണ്ടത്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കുന്നൂന്നി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിലാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. നല്ല ഫോഗും മഞ്ഞും കാണാൻ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്. നല്ല സ്ഥലം കൊള്ളാം. കുട്ടികളൊക്കെ നടന്നു വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ സൈക്കിളിനെടുത്തും പോകണ്ടല്ലോ. ഓ വാവ്, അവിടെ ഒരു വളരെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാം. നീ എന്തിനാ വേസ്റ്റ് എടുത്ത് ബാഗിൽ വെച്ചത്? ഇങ്ങനെ വേസ്റ്റ് ഒന്നും വഴിയിടരുത് എന്നല്ലേ രമ്യ ടീച്ചർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്റെ പേര് ഷെറിൻ എന്നാണ്. ഞാൻ യാത്രാ വ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ്. മോളുടെ പേരൊന്ന് പറയോ? എന്റെ പേര് അമീർ.
അമീറ. അപ്പോ അമീറ എന്ന് പറഞ്ഞ ഈ കുട്ടി മോള് ചെയ്തത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. പുതിയ തലമുറക്ക് പിന്തുടരാൻ പറ്റുന്നൊരു ശീലമാണ്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? നമ്മളോട് കുന്നൂന്നി ഗവൺമെന്റ് ആരാണ് ഇത് ചെയ്യാൻ പഠിപ്പിച്ചത്? സ്കൂളിലുള്ള രമ്യ ടീച്ചർ. അപ്പൊ രമ്യ ടീച്ചറാണ് കുട്ടികളെ ഇതേപോലത്തെ ശീലങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വരും തലമുറക്ക് ഇതേപോലുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും. അപ്പൊ ശരി മക്കളെ. ആരെ ഈ പടച്ചോൻ? അറിയില്ല, പടച്ചോൻ തന്നെ. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇവിടുത്തെ സ്ഥലം പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സും സുന്ദരമാണ്. മോളുടെ പേരൊന്ന് പറയൂ. अमीरा। अपो अमीरा എന്ന് പറഞ്ഞ ഈ കുട്ടി अहमद का बेटी है ना? वो आतंकवादी का बेटी है। वीडियो में कैसे आया? हाँ, ब्लॉगर का वीडियो है। ആ ഞാനും ആ പ്രോഗ്രാം ടി വി കണ്ടായിരുന്നു. നമ്മള് എന്നിട്ട് ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ. എങ്ങോട്ടാ? ക്ലാസ്സിലേക്ക്. അമ്മു നീ ക്ലാസ്സിൽ പോ. ഞാൻ നിന്നോടാ ചോദിച്ചത് എങ്ങോട്ടാ? ക്ലാസ്സിലേക്ക്. നീ എന്ന് മുതൽ ഇവിടുത്തെ സ്റ്റുഡന്റ് ആയത്? നിനക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ? ടീച്ചറെ നമുക്ക് സംസാരിക്കാനുണ്ട്. മാഷ് ഒന്നും പറയണ്ട. മാഷാണ് ഇതിനെല്ലാം ഇവർക്ക് കൂട്ടു നിൽക്കുന്നത്. ടീച്ചറിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം, പക്ഷെ അതിവിടെ നടക്കില്ല. എന്റെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇത് ഇവിടെ നടക്കില്ല. ഇവർക്ക് ഇവിടെ ലീഗലായിട്ട് അഡ്മിഷൻ കിട്ടില്ല. ഞാനത് റിപ്പോർട്ട് ചെയ്യും. ടീച്ചർ എങ്ങനെയാ ഈ സ്കൂളിൽ ജോലിക്ക് കയറിയെന്ന് എനിക്കറിയാം. വെറുതെ ആ നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട്. മോളെ ഒന്നേ, മോള് പോയാ ഒന്ന് സീല അമ്മീനെ വിളിച്ചോണ്ട് വന്നേ. കൂടെ ആ ചേച്ചിയുടെ ബാഗ് കൂടെ എടുത്തോണ്ട് വരാൻ പറയണം കേട്ടോ. പോയിട്ട് വാ. വാ മോനെ. വാ മക്കള് വിഷമിക്കണ്ട കേട്ടോ. നമുക്കേ ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മാഷ് വിളിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിലോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ. ടീച്ചർക്ക് ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ അല്ലേ? ആ ആയി.